കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. താച്ചേൽമുക്ക് സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. വീടിന് നേരെ തോട്ടയെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയ അക്രമികൾ സന്തോഷിനെ വെട്ടുകയായിരുന്നു. തുടർന്ന് കാലടിച്ചു തകർത്തെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളിയിലാണ് യുവാവിനെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയത്. ഹൈസ്കൂൾ ജംഗ്ഷന് പടിഞ്ഞാറ് KSEB ഓഫീസിന് പടിഞ്ഞാറ് പടനായർകുളങ്ങരയിലാണ് ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷിനെ പുലർച്ചെ 2-നും 2:30-നും മധ്യേ വീട് കയറി അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇടത് കാല് മുട്ടിനു താഴെ അടിച്ചു തകർത്ത നിലയിലായിരുന്നു. ഇടത് ഷോൾഡറിനു താഴെയും വെട്ടേറ്റു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷിക്കാനായില്ല. നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഓച്ചിറ സ്റ്റേഷൻ പരിധിയിലുള്ള ചങ്ങൻകുളങ്ങര പുതുക്കാട്ട് കിഴക്കതിൽ പങ്കജുമായി ഇയാൾക്ക് മുൻവിരോധമുണ്ടായിരുന്നു. പങ്കജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഇയാളുടെ പേരിൽ കേസുണ്ട്. സന്തോഷിനെ കൊലപ്പെടുത്തുമെന്ന് നിരവധി കേസുകളിൽ പ്രതിയായ പങ്കജ് ഭീഷണി മുഴക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു. സന്തോഷിന്റെ മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കാറിലാണ് അക്രമി സംഘം എത്തിയത്. വീടിന് നേരെ തോട്ടയെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയ അക്രമികൾ സന്തോഷിനെ വെട്ടുകയായിരുന്നു. അമ്മയും സന്തോഷും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമി സംഘം പിന്നീട് ഓച്ചിറ വവ്വാക്കാവിലെത്തി അനീർ എന്ന യുവാവിനെയും വെട്ടി. തട്ടുകടയുടെ മുന്നിലായിരുന്നു വധശ്രമം. ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.